സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും തൃത്വത്തിലെ ഐക്യതയും ആ വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. ഇവിടെ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വെളിപ്പാട് പിതാവായ ദൈവത്താൽ തുറന്ന് കിട്ടേണ്ടുന്ന, വെളിപ്പെടുത്തി കിട്ടേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഓർക്കണം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആളത്വത്തിൽ മൂന്നായിരിക്കുമ്പോൾ തന്നെ അസ്തിത്വത്തിൽ ഒന്നായിരിക്കുന്നു. പിതാവിൻ്റെ ആത്മാവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും മൂന്നും അസ്തിത്വത്തിൽ ഒന്നായിരിക്കുന്നത് ഒരേ ആത്മാവായതുകൊണ്ടാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ അവിടുത്തെ വാക്കുകളിലെയും പ്രവൃത്തിയിലെയും ജ്ഞാനം നമുക്കൊന്ന് ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലെയും പ്രവൃത്തിയിലെയും ജ്ഞാനം. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് ഈ ഭൂമിയിൽ പാർത്തു. അവിടുത്തെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വാക്കുകളും പ്രവൃത്തിയും പരസ്പരം പൂരകമായിരുന്നു. പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ, ചോദ്യങ്ങൾക്കുള്ള മറുപടി, അത് കേവലം ചോദ്യകർത്താക്കളുടെ വാക്കുകൾക്കുള്ള മറുപടി ആയിരുന്നില്ല. പ്രത്യുത ആ ചോദ്യത്തിലേക്ക് അവരെ നയിച്ച ചിന്തകൾക്കുള്ള മറുപടിയായിരുന്നു. അവിടെയാണ് അവിടുത്തെ വാക്കുകളിലെ ജ്ഞാനം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതൽ 47 വരെ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു.
അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹാ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. ഇവിടെ ബാലനായ യേശുക്രിസ്തുവിൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും കേൾവിക്കാർക്ക് വിസ്മയം തോന്നുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുത്തെ വാക്കുകളിലെ ജ്ഞാനം നോക്കണം. അവിടുന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ മലമേലിരുന്നു കൊണ്ട് ശിഷ്യന്മാരോട് അവിടുന്ന് ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഉപദേശങ്ങളിലെ ഓരോ വാക്കുകളിലും അവിടുത്തെ ദിവ്യമായ ജ്ഞാനത്തെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. കേവലം മാനുഷികമായ ഒരു പഠനത്തിൽ നിന്ന് ഉരുവായ അറിവല്ല, പ്രത്യുത അവിടുത്തെ സർവജ്ഞാനത്തിൽ നിന്ന് ഉളവായി വരുന്ന വാക്കുകളെയും ആശയങ്ങളെയും ഉപദേശങ്ങളെയും നമുക്കവിടെ ദർശിക്കാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 53 മുതൽ 56 വരെ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ടു തൻ്റെ പിതൃനഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെയില്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. നോക്കണം, യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനവും പ്രവൃത്തികളും കണ്ട് വ്യക്തികൾ അമ്പരന്ന് പോവുകയാണ്, വിസ്മയിക്കുകയാണ്. 54-ാമത്തെ വാക്യം, അവർ വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് എന്ന ചിന്തയിൽ അവർ വിസ്മയിക്കുകയാണ്. നോക്കണം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുടുക്കുവാൻ വേണ്ടി ശാസ്ത്രിമാരും പരീശന്മാരും നടത്തുന്ന പ്രയത്നം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിനെ എങ്ങനെയെങ്കിലും വാക്കിൽ കുടുക്കി യേശുക്രിസ്തുവിനെ പിടിക്കണം, ആ ലക്ഷ്യത്തിൽ അവർ പരിശ്രമിക്കുകയാണ്. നോക്കണം, ഇവിടെ
യേശുക്രിസ്തുവിൻ്റെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മറുപടി നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19 മുതൽ 26 വരെ. പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞുപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിൻ്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട്, ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ, അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ജനത്തിൻ്റെ മുമ്പിൽ വച്ച് അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവൻ്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു. ഇവിടെ എത്ര മനോഹരമായിട്ട് യേശുക്രിസ്തു അവരുടെ തന്ത്രങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. ഒരു വേള കൈസർക്ക് കരം കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമാകും. അല്ല, കൈസർക്ക് കരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തു ഉപദേശിക്കുന്ന ദൈവരാജ്യത്തിന് വിരുദ്ധമെന്ന് അവർക്ക് പറയാനുള്ള വഴി തുറന്നേക്കാം. എന്നാൽ ഇവിടെ ഇത് രണ്ട് കാര്യങ്ങളും ലോകരാജ്യത്തെയും ദൈവരാജ്യത്തെയും രണ്ടായി കണ്ടുകൊണ്ട് മനോഹരമായിട്ട് യേശുക്രിസ്തു ആ ചോദ്യത്തെ കൈകാര്യം ചെയ്യുകയാണ്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അതേപോലെ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ വ്യക്തിപ്രഭാവത്തിൻ്റെ ഒരു ഉദാഹരണം. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യഭിചാരകർമ്മത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുവരുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടുന്ന തെറ്റാണ് അവൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം കൃപയെക്കുറിച്ചും കരുണയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ഉപദേശിക്കുന്ന ഉപദേശം മറുഭാഗത്ത്. അപ്പോൾ അത്തരത്തിൽ യേശുക്രിസ്തുവിനെ കൊടുക്കുവാൻ ആ സ്ത്രീയെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. 4 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. 7-ാമത്തെ വാക്യം, അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ എത്ര കൃപയോടെ ദൈവീക ജ്ഞാനത്തിൽ യേശുക്രിസ്തു ആ ഭാഗം കൈകാര്യം ചെയ്യുകയാണ്. നോക്കണം, ശേഷം സ്ത്രീയോട് പറയുന്നുണ്ട്,
ഈ പാപം നീ ഇനി ആവർത്തിക്കരുത്. അതേസമയം കൂടി നിൽക്കുന്ന എല്ലാ മനുഷ്യരിലും ഒളിഞ്ഞിരിക്കുന്ന ആദാമ്യമായ പാപത്തെ യേശുക്രിസ്തു വിരൽ ചൂണ്ടുകയാണ്. എത്ര ഉന്നതമായ മറുപടിയാണ് യേശു അവിടെ നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ ആസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്ന വേളയിൽ എത്ര പക്വതയോടെ ആ ചോദ്യങ്ങൾക്ക് യേശുക്രിസ്തു മറുപടി പറയുന്നു നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 33 മുതൽ 37 വരെ. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സത്യമായി പറയുന്നതോ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ, നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തവണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇവിടെ നോക്കണം, കൊല്ലുവാൻ തക്കവണ്ണം വിധിക്കുവാൻ അധികാരമുള്ള പീലാത്തോസിൻ്റെ മുമ്പാകെ എത്ര പക്വതയോടെ നിർഭയനായി അവിടുന്ന് രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധൈര്യത്തെ, വാക്കുകളെ, അവിടുത്തെ സ്ഥിരതയെ നമ്മളിവിടെ ദർശിക്കുകയാണ്. നോക്കണമേ, ഒരു മനുഷ്യനും അവൻ്റേതായ വ്യക്തിത്വത്തിലോ അവൻ്റേതായ പക്വതയിലോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു പ്രതികരണം യേശുവിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാകുകയാണ്. അതെ, അവിടുന്ന് സാക്ഷാൽ ദൈവം. അവിടുത്തെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അത് വെളിപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ചില പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെ. ദുഷ്പ്രവർത്തിക്കാരായ വേറെ 2 പേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. 34-ാമത്തെ വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, അവിടുത്തെ ശുശ്രൂഷാകാലത്തെ ഉപദേശം മുഴുവൻ സ്നേഹത്തെക്കുറിച്ചും ദൈവിക കരുണയെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ദൈവിക സ്വഭാവത്തെക്കുറിച്ചുമായിരുന്നു. ഇവിടെ ഇതാ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ നിർണായകമായ സമയം എത്തിയിരിക്കുകയാണ്.
മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ക്രൂശിതനാകുന്നു. ക്രൂശിൽ കിടന്ന് അവിടുത്തെ ശരീരത്തിലെ മുറിവുകളിലൂടെ രക്തം വാർന്നൊഴുകി ഭീകരമായ വേദന അനുഭവിക്കുമ്പോഴും അത് ചെയ്തവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും വാക്കുകളും നമ്മളവിടെ കാണുകയാണ്. അവിടുന്ന് പറയുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എത്ര ഉദാത്തമായ പ്രതികരണം, എത്ര ഉദാത്തമായ വ്യക്തിത്വം. അവിടെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ കാണുകയാണ്. നോക്കണം, ക്രൂശിലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മയോടുള്ള സമീപനം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെ. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്നമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് യോസഫിൽ വേറെ മക്കളുണ്ട്. എന്നാൽ താൻ സ്നേഹിച്ച ശിഷ്യനെ അമ്മയെ ഭരമേൽപ്പിക്കുകയാണ്. നോക്കണം, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. അത് കേവലം വാക്കുകളിലൂടെയല്ല, അതിലുപരിയായി പ്രവൃത്തിയിലൂടെയും വേണം എന്നുള്ളത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ ജീവൻ വെടിയുന്ന നേരത്തും അത് വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്ത്യ ജീവിതം തീർത്തും പ്രായോഗികമാണ്. അവിടെ ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവമാണ് നമ്മളിൽ നിന്ന് വെളിപ്പെടേണ്ടത്. അതേസമയം ഓർക്കണം, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ അവിടുത്തെ ദൈവത്വത്തെ മുഴുവൻ അവിടുത്തെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ ജ്ഞാനം അത്ര ഉന്നതമായിരുന്നു. ആ ജ്ഞാനത്തിനനുസരിച്ച അവിടുത്തെ വാക്കുകളും പ്രതികരണങ്ങളും അതേപോലെ ശ്രേഷ്ഠമായിരുന്നു. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തു എത്ര മനോഹരമായി ആ കാര്യങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ജീവിതവും വാക്കുകളും അത്രത്തോളം പരസ്പരം പൂരകമായിരുന്നു. അവിടുന്ന് തന്നെ ദൈവമെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമായിരുന്നു അവിടുത്തെ പരിജ്ഞാനം, അവിടുത്തെ ജ്ഞാനം. നോക്കണമേ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നിരാശരായ ശിഷ്യന്മാർ പല നിലവാരത്തിലായി. അങ്ങനെ അതിൽ 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്രയാകുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം
13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിത് കാണുകയാണ്. യേശു അവരോട് സംസാരിക്കുന്നു, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നു, നമ്മൾ കാണുന്നുണ്ട്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ. നോക്കണം, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒപ്പം നടന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട, അവിടുത്തെ പ്രവൃത്തികൾ കണ്ട അവരുടെ പ്രതികരണം നോക്കിയാട്ടെ. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെക്കുറിച്ച്. അപ്പോൾ അവിടുത്തെ വാക്കുകളും പ്രവൃത്തിയും ഒരേപോലെ വ്യക്തമാക്കി അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. പരിശുദ്ധാത്മാവിൽ അവിടുന്ന് അവിടുത്തെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു. ദൈവിക ജ്ഞാനം അവിടുത്തെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു. ചുരുക്കത്തിൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വ്യാപരിച്ചിരുന്ന ഒരേ ആത്മാവിനാൽ അവിടുന്ന് തൻ്റെ ജീവിതത്തെ ഈ ഭൂമിയിൽ നയിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 8:46, നിങ്ങളിലാർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഇത്തരത്തിൽ ചോദിക്കുവാനുള്ള അസ്തിത്വം യേശുവിനുണ്ടായത് അവിടുന്ന് സാക്ഷാൽ ദൈവമായിരുന്നു. അവിടുന്ന് തൃത്വത്തിൽ ഒരുവനായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അസ്തിത്വം അത് ഒന്നായിരുന്നു. അത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ആളത്വത്തിൽ അവർ മൂവരായിരുന്നു. നോക്കണം, ഒരു വേള യേശുക്രിസ്തുവിൻ്റെ ആ ഉദാത്തമായ മാതൃകയുടെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ധന്യമായ നാമം നമ്മളുടെ മഹത്വം എടുക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.